ധർമ്മസ്ഥലയിൽ 8ാമത്തെ സ്പോട്ടിൽ പരിശോധന ആരംഭിച്ചു. സാക്ഷിയെ എത്തിച്ചാണ് പരിശോധന. 7ാമത്തെ സ്പോട്ടിലെ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല. അതേസമയം ധർമ്മസ്ഥലയിൽ നിന്നും ശേഖരിച്ച അസ്ഥിഭാഗങ്ങൾ ഇന്ന് തന്നെ ബംഗളൂരുവിലെ FSL ലാബിലേക്ക് അയച്ചു. വിവരങ്ങളുമായി ധർമ്മസ്ഥലയിൽ നിന്നും സരീഷ് പി കെ ആണ് ചേരുന്നത്. സരീഷ്, 8ാമത്തെ ഇടത്തെ പരിശോധന അതിനിർണായകമാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. സാക്ഷിയും ഇക്കാര്യം ആണ് പറഞ്ഞത്. ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ് പരിശോധന പുരോഗമിക്കുന്നത്? 8 മുതൽ 13 വരെയുള്ള സ്പോട്ടുകൾ അത് നിർണായകമാണ് എന്നുള്ളതായിരുന്നു സാക്ഷി ആദ്യം മുതൽ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നത്. കാരണം മറ്റുള്ളതെല്ലാം തന്നെ ചിലപ്പോൾ ഈ പ്രളയത്തിലോ മറ്റ് അല്ലെങ്കിൽ ഈ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള സാഹചര്യത്തിൽ അവിടെ നിന്നും അസ്ഥികൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നായിരുന്നു. അതോടൊപ്പം തന്നെ 8ഉം ചില സംശയങ്ങൾ മാത്രം അദ്ദേഹം വയ്ക്കുന്നുണ്ട്. കാരണം സമീപത്ത് മരങ്ങളുള്ളതിനാൽ ചിലപ്പോൾ അവിടെ മൃതദേഹങ്ങൾ തങ്ങി നിന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അസ്ഥികൾ ഇപ്പോഴും ഉണ്ടാകാം എന്നുള്ളതാണ്. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നദിയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഇത്. അതോടൊപ്പം തന്നെ ഈ നേത്രാവതി പുഴയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ പുഴയും റോഡുമായി ചേർന്ന് നിൽക്കുന്ന ഭാഗത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭാഗം, അവിടെയാണ് ഇപ്പോൾ കുഴിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് 8ാമത്തെ സ്പോട്ടായാണ് മാർക്ക് ചെയ്തിരുന്നത്. അവിടെ മുഴുവനായി, അതായത് നമ്മുടെ കാഴ്ച മറച്ചുകൊണ്ട് മുഴുവനായി ഷീറ്റ് കെട്ടിക്കൊണ്ട് അതിനകത്താണ് ആ കുഴിയെടുത്തുള്ള പരിശോധന നടക്കുന്നത്. ആദ്യം ചെറു മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അവിടുത്തെ കാടുൾപ്പെടെ നീക്കുന്നു. പിന്നീട് ഏതാണ്ട് 1 മുതൽ 2 അടിയോളം മണ്ണ് JCB ഉപയോഗിച്ച് തന്നെ നീക്കുന്നു. അതിനുശേഷം ഇപ്പോൾ മനുഷ്യർ തന്നെ ഇറങ്ങി, അതായത് ഇവിടെ പ്രാദേശികമായി എത്തിയ തൊഴിലാളികൾ തന്നെ ആ കുഴിയിലേക്ക് ഇറങ്ങി അവിടെ നിന്നും മണ്ണ് നീക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് 3 മുതൽ 5 അടി വരെ താഴ്ചയിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ട് എന്നാണ്. കാരണം ഈ പുഴയോട് ചേർന്നുള്ള ഭാഗം ആയതുകൊണ്ട് തന്നെ ആഴത്തിൽ കുഴിയെടുക്കാൻ പെട്ടെന്ന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആഴത്തിൽ കുഴിയെടുത്തുള്ള ക്രിമേഷനാണ് നടന്നത് എന്നാണ് സാക്ഷി പോലീസിന് നൽകിയിരിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശേഷിക്കുന്ന ഭാഗം ആളുകൾ തന്നെ ഇറങ്ങി ഈ മണ്ണ് നീക്കം ചെയ്യുന്നത്. കാരണം ഏതെങ്കിലും രീതിയിൽ അസ്ഥിഭാഗങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ സ്വാഭാവികമായും JCB ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചാണെങ്കിൽ അത് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും, അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അതിനകത്തേക്ക് ആളുകൾ ഇറങ്ങിയുള്ള പരിശോധന നടത്തുന്നത്. എന്തായാലും 7ാമത്തെ സ്പോട്ടിൽ, ആദ്യം ഇന്ന് 7ാമത്തെ സ്പോട്ടിലായിരുന്നു പരിശോധന നടത്തിയത്. 7ാമത്തെ സ്പോട്ടിൽ ഉച്ചവരെ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷമാണ്, അതായത് അവിടെ ഇനി ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്ന് സാക്ഷി ഉറച്ചു പറഞ്ഞതിന് പിന്നാലെയാണ് ഈ 8ാം സ്പോട്ടിലേക്ക് മാറിയത്. ഒരുപക്ഷെ ഇന്ന് ഈ 2 സ്പോട്ടുകൾ, 7-8 സ്പോട്ടുകൾ മാത്രമായിരിക്കും പരിശോധന നടത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി 8ൽ ലഭിച്ചില്ലെങ്കിൽ പിന്നീട് പരിശോധിക്കേണ്ടത് കാടിനകത്ത് മുകൾ ഭാഗത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ എത്തി പരിശോധന നടത്തുക എന്നുള്ളത് രാത്രി, അതായത് സമയം വൈകുന്നു. ഇപ്പോൾ തന്നെ സമയം 4 മണി കഴിഞ്ഞു. ഇപ്പോൾ സ്വാഭാവികമായും, അല്ലെങ്കിൽ 3:30 കഴിഞ്ഞു, 4 മണിയിലേക്ക് അടുക്കുന്നു. സ്വാഭാവികമായും അടുത്ത മണിക്കൂറുകളിൽ കാടിനുള്ളിലായതിനാൽ തന്നെ വെളിച്ചത്തിൻ്റെ കുറവുകളുണ്ടാവും. അത് ആ സമയത്ത്, അല്ലെങ്കിൽ വെളിച്ചക്കുറവുണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള പരിശോധന നടത്തരുത് എന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കാട്ടിനുള്ളിൽ പരിശോധന നടത്താനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ഇന്ന് 2 പോയിന്റിൽ പരിശോധന നടത്തി അവസാനിപ്പിക്കാനാണ് സാധ്യത. എന്തായാലും ഇതുവരെ 7-8 പോയിന്റുകളിൽ നിന്നൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ലഭിച്ച ചില അസ്ഥിയുടെ ഭാഗങ്ങൾ, ഏതാണ്ട് 15 ഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ എല്ല്, തുടയെല്ല്, താടിയുടെ ഭാഗം, താടിയെല്ല് തുടങ്ങിയവയായിരുന്നു ലഭിച്ചത്. അതോടൊപ്പം തന്നെ ചില ഭാഗങ്ങൾ പൊട്ടിയ നിലയിലായിരുന്നു. അത് കൃത്യമായി എന്താണ്, ഏത് ഭാഗമാണ് എന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തന്നെ ആ ഭാഗങ്ങളെല്ലാം തന്നെ ബാംഗ്ലൂരുവിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ വിശദമായ ഫോറൻസിക് പരിശോധന നടത്തേണ്ടതുണ്ട്. ആ കാലപ്പഴക്കം, മരണകാരണം, അതോടൊപ്പം തന്നെ മണ്ണുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അതിലേതെങ്കിലും രീതിയിൽ ഇവിടെ തന്നെ മരണപ്പെട്ടതാണോ, അല്ലെങ്കിൽ ഈ സാക്ഷി പറയുന്ന കാലഘട്ടത്തിൽ മരിച്ച ആളാണോ, അത് കുഴിച്ചിട്ട ആളാണോ, അല്ലെങ്കിൽ എന്താണ് മരണകാരണം തുടങ്ങിയ കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള സൂചന ലഭിക്കുമോ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ DNA സാമ്പിളുകൾ കൂടി ശേഖരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് തെളിവുകൾ, അല്ലെങ്കിൽ അസ്ഥിയുടെ ഭാഗങ്ങൾ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങൾ ഏറെ നിർണായകമാണെന്നും അവിടെ നിന്നും എന്തായാലും ശരീരഭാഗങ്ങൾ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഈ സാക്ഷി വീണ്ടും പോലീസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി സരീഷ്, എന്തായാലും അവിടെ പരിശോധന പുരോഗമിക്കുകയാണ്. കൂടുതൽ തെളിവുകൾ എന്തെങ്കിലും ലഭിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ധർമ്മസ്ഥലയിലാണ് 8ാമത്തെ സ്പോട്ടിൽ ഇപ്പോൾ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. സാക്ഷിയെ എത്തിച്ചാണ് പരിശോധന പുരോഗമിക്കുന്നത്. ധർമ്മസ്ഥലയിൽ നിന്നും സരീഷ് പി കെ ആണ് വിവരങ്ങൾ നൽകിയത്.